അങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ എഡിറ്റിങ്ങിനായിട്ട് പുറത്തിറക്കിയ എഡിറ്റ്സ് ആപ്പ് ഇപ്പം പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഡൗൺലോഡ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കട്ടൗട്ട് എന്ന ഫീച്ചറാണ്. ഈ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടും. ഓട്ടോമാറ്റിക്കലി ഒബ്ജക്ട്സ് ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ സെലക്ട് മാനുവലി എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ട ഒബ്ജക്റ്റിന്റെ മുകളിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഡിറ്റക്ട് ചെയ്തിട്ട് സീൻ ബൈ സീൻ നമുക്ക് കട്ടൗട്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കിട്ടും. ഓഡിയോ എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സേവ് ചെയ്ത് വെച്ച ഓഡിയോസ് ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് സെപ്പറേറ്റ്ലി ഡൗൺലോഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് തന്നെ ഡയറക്റ്റ്ലി എടുക്കാം. കുറച്ച് ഫോൺസ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ, പക്ഷേ കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈസി ആയിട്ട് ഇവിടുന്ന് സെർച്ച് ചെയ്യും. വോയിസ് എഫക്ട്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വോയിസ് എഫക്ട്സ് അവൈലബിൾ ആണ്. എഡിറ്റ്സ് ആപ്പിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ആൻഡ് കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള സൗണ്ട് എഫക്ട്സും എഡിറ്റിംഗ് ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നെ ആവശ്യമില്ലാത്ത ബോറിംഗ് ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും ഗിഫ്റ്റ്സും കൊടുത്തിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. സ്പീഡിൽ നോർമൽ ആയിട്ടുള്ള സ്പീഡ് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്യാപ് കട്ടിലൊന്നും ഉള്ള പോലെ ഗ്രാഫ് പോലെയുള്ള ആ കർവ് ഫീച്ചർ ഒന്നുമില്ല. ഗ്രീൻ സ്ക്രീൻ എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോന്റെ മുകളിലേക്ക് ലൈവ് ആയിട്ട് ഇതുപോലെ ഓവർലേ പോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ വീഡിയോ ക്വാളിറ്റി കുറവാണ്. കുറച്ച് വീഡിയോ എഫക്ട്സേ കൊടുത്തിട്ടുള്ളൂ. അതിൽ പകുതിയേ നല്ലതുള്ളൂ. 4K വീഡിയോസ് എക്സ്പോർട്ട് ചെയ്യാം, പക്ഷേ ബിറ്റ് റേറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ VN ഉള്ള പോലെ കൊടുത്തിട്ടില്ല. ആൻഡ് വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്ന സ്പീഡ് കുറച്ച് സ്ലോ ആണ്. ഓവറോൾ ഒരു ക്ലീൻ ആൻഡ് മിനിമൽ വീഡിയോ എഡിറ്റിംഗ് ആപ്പാണ് സോഷ്യൽ മീഡിയ വീഡിയോസിന് വേണ്ടിയിട്ട്. പക്ഷേ കുറച്ചുകൂടി ഫീച്ചേഴ്സും ടെംപ്ലേറ്റ്സും ആവുമായിരുന്നു. മേ ബി ഫ്യൂച്ചർ അപ്ഡേറ്റിൽ വരുമായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ എഡിറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുമെന്നുള്ളത് കമന്റ് ബിലോ.